भारत में मुसलमान को कोई रुकावट नहीं है, तकलीफ नहीं है, रुकावट नहीं, तकलीफ नहीं, मशक्कत नहीं। ये मदारिस चलता है, अरबी कॉलेज चलता है और मसाजिद चलता है, दरगाह चलता है, सब चलता है। इसमें कोई रुकावट भी नहीं, कोई मुश्किलात भी नहीं। मेरे इल्म में वही है। അതെ, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. മുസ്ലിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രയാസവുമില്ല. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പിന്നീട് അത് ചർച്ചയായി. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായ പല വ്യക്തിത്വങ്ങളും കാന്തപുരത്തിന്റെ ഈ ഒരു പരാമർശത്തിനെതിരെ ശബ്ദിച്ചു വന്നു. സമകാലിക ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്ന ഏതൊരാളും കാന്തപുരത്തിന്റെ ഈ നിലപാടിനെ അംഗീകരിക്കില്ല എന്നത് വ്യക്തമാണ്. മുസ്ലിയാക്കന്മാർ പരസ്പരം മത്സരിച്ചുകൊണ്ട് കാന്തപുരത്തെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതെ, നന്നായി വെളുപ്പിക്കണം. ആ വെള്ളത്തലയിൽ കിട്ടും. ആ വെള്ളത്തുണിയും വെള്ളക്കുപ്പായവും വെള്ളനിക്കറും വെള്ളത്താടിയും ഒക്കെ നന്നായി വെളുപ്പിച്ച് തന്നെ എടുക്കണം. നന്നായി മെനക്കെടുക. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇവിടെയില്ല. അതിനിടയിൽ മകനും വന്ന് പറയുന്നു, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇവിടെയില്ല, ഇന്ത്യ മുസ്ലിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യമാണ് എന്ന് അദ്ദേഹവും പറഞ്ഞു വെച്ചു. ഇതൊക്കെ കേട്ട് പല ആളുകളും അത്ഭുതപ്പെട്ടിരിക്കും. എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ രീതിയിലൊക്കെ പറയുന്നത് എന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും ചോദിക്കുമ്പോൾ, എന്നാൽ റമീല, ഇത് കാന്തപുരം ഉസ്താദ് മാത്രമല്ല, അതല്ലെങ്കിൽ ഹക്കീം അസരി ഉസ്താദ് മാത്രമല്ല പറഞ്ഞത്. അബ്ദുൽ മജീദ് സ്വലാഹി നിങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നത് റമീല നീ കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇതൊന്ന് കേട്ടോക്ക്. യമനിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇത്തരം ആളുകളെ തേടിക്കൊണ്ടാണ് ഇവിടുത്തെ അന്വേഷണ സംഘം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും മൈക്ക് കെട്ടി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തിനായിരുന്നു ഇവർ യമനിലേക്ക് പോയത്? ഈ നാട്ടിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടിട്ടാണോ? പ്രബോധന സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ടാണോ? പള്ളികളും കേന്ദ്രങ്ങളും ഇസ്ലാമിക് സെന്ററുകളും ഇല്ലാഞ്ഞിട്ടാണോ? ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ്, എത്ര മഹത്തരമാണ്. ഈ രാജ്യം എല്ലാ അർത്ഥത്തിലും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മറ്റേതൊരു രാജ്യത്തും ലഭിക്കാത്ത സ്വാതന്ത്ര്യം, പ്രബോധന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. നമ്മളുടെ പള്ളികളിൽ നിന്ന് ബാങ്കുലികൾ മുഴങ്ങുന്നു. നമുക്ക് 5 നേരം ജമാഅത്തായി നമസ്കരിക്കുവാൻ കഴിയുന്നു. ഈദ്ഗാഹുകളും പൊതുപ്രഭാഷണവും സംഘടിപ്പിക്കാൻ കഴിയുന്നു. മതത്തിന്റെ പേരിൽ ഒത്തുകൂടാനും പ്രചാരണം നടത്താനും കഴിയുന്നു. ഇങ്ങനെയെല്ലാം സൗകര്യമുണ്ടായിട്ടും ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭീരുക്കളായി യമനിലെ ഏതെങ്കിലും മടകളിൽ പോയിക്കൊണ്ട് ആടുമേക്കണമെന്ന് പറയുന്നവനേക്കാൾ വിവരം കെട്ടവൻ ആരാണ്? അത്തരം ആടുമേക്കാൻ പോയ ആളുകളെ ഷിയാക്കൾ തുരത്തിയോടിച്ചിട്ട് ഇന്ന് അവർ എവിടെയാണ് എന്ന് പോലും അറിയില്ല. പെട്ടിയും കടലാസും എടുത്തുകൊണ്ട് ഉള്ള പുസ്തകവും വാരിക്കെട്ടി മുഴുവൻ ദമ്മാജികളും സ്ഥലം വിട്ടു എന്നാണ്